ഹലോ, വെറും 1660 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ലേയിലേക്ക് പോകാൻ പറ്റുമോ? പറ്റും, വാ പറഞ്ഞു. വേൾഡിൽ തന്നെ ഹയസ്റ്റ് മോട്ടറബിൾ റോഡിലേക്കുള്ള ബസ് സർവീസ് റിസ്യൂം ചെയ്തിട്ടുണ്ട്. അതും ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആയിട്ടുള്ള HRTC. നമ്മളെ പോലുള്ള ട്രാവൽ എന്തൂസിയാസിനും ബജറ്റ് ട്രാവലേഴ്സിനും കോമൺ പീപ്പിൾസിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സുവർണ അവസരം നമുക്ക് വേണ്ടിയിട്ട് റീഓപ്പൺ ചെയ്തിട്ടുള്ളത്. സോ ഗെറ്റ് റെഡി ഫോർ ദി അൺഫോർഗറ്റബിൾ ജേർണി ആൻഡ് ടേക്ക് എ ലുക്ക്. പിന്നെ വെൽക്കം ടു ദി ലഡാക്ക് സീസൺ ആൻഡ് ദിസ് ഇസ് മൈ ഹിമാചൽ സീരീസ് എപ്പിസോഡ് നമ്പർ 2. ഇന്ത്യയിലെ തന്നെ ലോങ്സ്റ്റ് ബസ് റൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് ലേയിലേക്ക് പോകുന്ന ഈ ബസ് റൂട്ടാണ്. ഇതിൽ 1026 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കവറപ്പ് ചെയ്യുന്നത്, അതും ഡിഫറെന്റ് ലാൻഡ്സ്കേപ്പിലൂടെ. ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ എല്ലാം കവറപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ലേ ലഡാക്കിൽ എത്തുന്നത്. അതും 33 ഹവേഴ്സിന്റെ ജേർണിയാണ് ടോട്ടൽ വരുന്നത്. ഇത്രയും ലോങ്സ്റ്റ് ആയിട്ടുള്ള ജേർണിക്ക് വെറും 1660 രൂപയാണ് HRTC ഈടാക്കുന്നത്. പിന്നെ ഓരോ സീസൺ അനുസരിച്ച് പ്രൈസിംഗിലും ടൈമിങ്ങിലും ഒക്കെ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ബസ് റൂട്ട് പറയുകയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചണ്ഡീഗഡ് വഴി ബിലാസ്പൂർ, മണ്ഡി, കുള്ളു, മണാലിയിൽ നിന്ന് നേരെ കീലോങ്, സർച്ച്, പങ്, ഗോട്ടാലൂപ്പ്, ഉപ്സി, പിന്നെയാണ് ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തുന്നത്, ലേയിലെത്തുന്നത്. ഞാൻ ഈ യാത്രയെ നോക്കി കാണുന്നത് ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ലേ ഇത്രയും സ്ഥലങ്ങളിലൂടെ ക്രോസ് ചെയ്യുന്ന ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ. അതിൽ യാത്ര ചെയ്യുന്ന കുറച്ച് ലോക്കൽ മനുഷ്യന്മാരും അവരുടെ വസ്ത്രരീതിയും കൾച്ചറും പാട്ടും സ്മെല്ലും, അതുകൂടാതെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി തരുന്ന കുറച്ച് ഡാബകളും അവിടുത്തെ ദേശീ ലോക്കൽ ഫുഡുകളും ബ്രെത്ത് ടേക്കിംഗ് വ്യൂവും ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പും മെജസ്റ്റിക് ഹിമാലയൻ മൗണ്ടെയിൻസ് ഒക്കെ കണ്ട് സ്നോയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ജേർണി ലേയിലെത്തുമ്പോൾ നമ്മുടെ യാത്ര ഒരു ഫുൾഫിൽമെൻറ്റിൽ എത്തിയെന്ന് പറയാലോ അല്ലേ. അതുകൂടാതെ ഈ ജേർണിയിൽ നമ്മളൊരു 5 മൗണ്ടൻ പാസുകളും ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ പേരുകളൊന്നും വായിക്കൊള്ളാത്തതുകൊണ്ട് ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ബസ് റൂട്ടിൻ്റെ ടൈമിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഡൽഹി ISBT എന്നാണ് ബസ് എടുക്കുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് 12:15 ആകുമ്പോഴേക്കിന് സ്റ്റാർട്ട് ചെയ്യും. അത് ചണ്ഡീഗഡിൽ സെക്ടർ 43 റീച്ച് ആവുന്നത് സന്ധ്യയ്ക്ക് 6:10 പിന്നെ ചണ്ഡീഗഡിൽ നിന്ന് നേരെ കുള്ളു വഴി മണാലി എത്തുമ്പോൾ രാത്രി ഏകദേശം 2 മണി. മണാലിയിൽ നിന്ന് ഫേമസ് ആയിട്ടുള്ള അടൽ ടണൽ എല്ലാം ക്രോസ് ചെയ്ത് കീലോങ്ങിൽ എത്തുമ്പോൾ രാവിലെ 5:30 AM. ഇപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ ഇതുവരെ എത്തുമ്പോഴേക്കിന് നമ്മൾ 17 hours കംപ്ലീറ്റ് ചെയ്തു. ഇനിയാണ് നമ്മുടെ റിയൽ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കീലോങ് ടു ലേ, ഇതിൽ ബാരാലാച്ച എന്ന് പറയുന്ന മൗണ്ടെയിൻ പാസസ് എല്ലാം ക്രോസ് ചെയ്ത് സീ ലെവലിൽ നിന്ന് 4850 മീറ്റർ ഉയരത്തിലൂടെയാണ് ഈ ബസ് യാത്ര ചെയ്യുന്നത്. അതും 2 സൈഡിലും സ്നോ കവേർഡ് ആയിട്ടുള്ള മൗണ്ടെയിൻ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഈ യാത്ര പോകുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നോഫോളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓൾമോസ്റ്റ് 21 ഹെയർ പിൻ വളവുകളൊക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മൾ ലേയിലെത്തുന്നത് രാത്രി 8 മണിക്കാണ് കേട്ടോ. ഈ ബസ് രാത്രി എത്തുന്നതുകൊണ്ട് തന്നെ ട്രാവലേഴ്സിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. റൂമൊക്കെ എടുത്തൊന്ന് റെസ്റ്റ് ചെയ്യാനും പിറ്റേ ദിവസം നിങ്ങൾക്ക് സൈറ്റ് സീനൊക്കെ പോകാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ബുക്കിംഗ് ഡീറ്റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ബുക്കിംഗ് ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സീസൺ ടൈമിലൊക്കെ പെട്ടെന്ന് സീറ്റുകളൊക്കെ സോൾഡ് ഔട്ട് ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അഡ്വാൻസ് ബുക്കിങ്ങും അവിടെ അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ ഡയറക്റ്റ് പോകണം. അപ്പോൾ ഡൽഹിയിലുള്ള ISBTയിൽ അല്ലെങ്കിൽ ഹിമാചൽ ഭവനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റുകൾ അവൈലബിൾ ആവും. സെപ്റ്റംബർ വരെയാണ് നമ്മുടെ ഈ ബസ് സർവീസസ് അവൈലബിൾ ആയിട്ടുള്ളത്. പെട്ടെന്ന് ഒരു സ്നോഫോൾ ഉണ്ടാവുകയോ ലാൻഡ് സ്ലൈഡോ അങ്ങനെ ക്ലൈമറ്റിൽ എന്തെങ്കിലും ഒരു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബസ് റൂട്ട് ക്ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എപ്പോൾ പോകാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിലും മുൻകൂട്ടിയിട്ട് എന്ത് ചെയ്യുക, HRTCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അവരെ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ ഹിമാചൽ ബസ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും തരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് ഹിംബസ് എന്ന് പറഞ്ഞിട്ട്. അവരെ ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടോ അപ്ഡേറ്റ് ചെയ്തിട്ട് മാത്രം പോവാട്ടോ. ഞാൻ പറയാൻ പോകുന്ന കാര്യം മറക്കണ്ട, മനസ്സിൽ വെച്ചോ. ഒരു ലഡാക്ക് പോലുള്ള സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മളൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ EMS പോലുള്ള ഹൈ ഓൾട്ടിറ്റ്യൂഡ് മൗണ്ടെയിൻ സിക്നസ്സുകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് നമ്മൾ സൗത്ത് നിന്ന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്വേഷൻ പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ജേർണി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള AMSനുള്ള ടാബ്ലറ്റുകൾ, പിന്നെ ബോഡി നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. പിന്നെ നമ്മൾ മൗണ്ടെയിൻസിലേക്ക് എത്തും തോറും ക്ലൈമറ്റ് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു വോം ക്ലോത്തുകൾ, പ്രോപ്പർ ഫുഡ്, നിങ്ങളൊരു മെഡിക്കൽ കിറ്റ് കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ട് മാത്രം ആ ഏരിയയിലേക്ക് പോവുക. എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ എല്ലാ രീതിയിലും പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ആ റീജിയനിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഡൽഹിയിൽ നിന്ന് ലേയിലേക്ക് പോകുന്ന HRTC ബസ് റൂട്ടിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ഫോളോ ആക്കിക്കോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ ഫ്രം ശ്രുതി. और फिक्र हमेशा मेरे साथ रहता है. भूषण ज्वेलर्स,
अनमोल रिश्तों के लिए